ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്ലീഹാ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. 12 സ്ലീഹന്മാരുടെയും അതോടൊപ്പം തന്നെ പൗലോസ് സ്ലീഹയുടെയും ഓർമ്മകൾ ആഘോഷിക്കപ്പെടുന്ന ഈ സ്ലീഹാ നോമ്പ് കാലഘട്ടം വിശുദ്ധന്മാരോട് ചേർന്നിരുന്ന് നാം അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നോമ്പ് കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ഈ ദിവസങ്ങളെല്ലാം നമുക്ക് ഓരോ സ്ലീഹന്മാരുടെ ജീവചരിത്രത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. സെബേദിയുടെ മകനായിരിക്കുന്ന യാക്കോബ് സ്ലീഹയെ നമുക്കിന്ന് കാണാം. ഗലീലയിലെ കഫർന്നഹൂം എന്ന മത്സ്യബന്ധന ഗ്രാമത്തിലെ സെബേദിയുടെ മകനായിരിക്കുന്ന യാക്കോബ് യോഹന്നാൻ സ്ലീഹയുടെ സഹോദരൻ കൂടിയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കാണുന്നതുപോലെ ഇടിയുടെ പുത്രന്മാർ അല്ലെങ്കിൽ ഇടിമക്കൾ എന്ന് വിശുദ്ധ യാക്കോബ് സ്ലീഹയും യോഹന്നാൻ സ്ലീഹയും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. തീഷ്ണതയും ആവേശവും നിറഞ്ഞ സ്വഭാവമായിരുന്നു അവരുടേത്. ഒരു ദിവസം ഗലീല തീരത്തുകൂടി നടന്നു പോകുമ്പോൾ യേശു സെബേദിയുടെ പുത്രന്മാരെ യാക്കോബിനെ യോഹന്നാനും വിളിക്കുകയുണ്ടായി. അവർ ഉടനെ തങ്ങളുടെ പിതാവിനെയും വലകളെയും വിട്ട് യേശുവിനെ പിന്തുടരുകയുണ്ടായി. യാക്കോബ് പത്രോസിനും യോഹന്നാനോടൊപ്പം യേശുവിന്റെ ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാർ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ചില അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ യേശുവോടെ പത്രോസും യാക്കോബും യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ടു പോവുകയുണ്ടായത്. രണ്ടാമതായിട്ട് മറുരൂപമലയിൽ വെച്ച് യേശുവിന്റെ രൂപാന്തര സമയത്ത് ഈ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 പേരെയും കൊണ്ടുപോവുകയുണ്ടായി. എങ്കിലും യാക്കോബ് സ്ലീഹയ്ക്കും യോഹന്നാൻ സ്ലീഹയ്ക്കും ഒരു ചെറിയ പരാജയമുണ്ടായി. ഒരിക്കലും യേശുവിനെ സ്വീകരിക്കാത്ത ഒരു ശമരിയ ഗ്രാമത്തിൽ അവർ യേശുവിനോട് കർത്താവേ, ആകാശത്തുനിന്ന് തീയിറക്കി ഇവരെ ദഹിപ്പിക്കപ്പെട്ടെ എന്ന് ചോദിക്കുകയുണ്ടായി. യേശു അവരെ ശാസിച്ചുകൊണ്ട്, നിങ്ങൾ ഏത് ആത്മാവിനുള്ള മക്കളെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ ജീവനെ നശിപ്പിക്കാനായിട്ടല്ല, രക്ഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ലൂക്കോസ്യുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരവസരത്തിൽ സെബേദിയ പുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ പുത്രന്മാർ രാജ്യത്തിൽ വലത്തുഭാഗത്തും ഇടതുഭാഗത്തും മറ്റൊരവസരത്തിൽ സെബേദി പുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, കർത്താവേ, നിന്റെ ഇടത്തും വലത്തും എൻ്റെ മക്കളെ ഇരുത്തണമെന്ന് പറയുകയുണ്ടായി. ഇത് മറ്റ് ശിഷ്യന്മാർക്ക് കോപമുണ്ടായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. യേശു പറയുകയാണ്, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം. ഇത് യാക്കോബിൻ്റെ മാനസാന്തരത്തിൻ്റെ ഒരു വലിയ പാഠമായിരുന്നു. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച യാക്കോബ് തൻ്റെ മുൻകാല തീഷ്ണതയെ സ്നേഹത്തിൻ്റെ അഗ്നിയാക്കി മാറ്റി. യെരുശലേമിൽ അദ്ദേഹം ധീരമായി സുവിശേഷം പ്രസംഗിച്ചു. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് യാക്കോബ് സ്ലീഹ യൂദയ, ശമരിയ, ഒടുവിൽ സ്പെയിനിലും യാത്ര ചെയ്തെന്ന് കരുതപ്പെടുന്നു. സ്പെയിനിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം യെരുശലേമിലേക്ക് തിരികെ വരികയുണ്ടായി. AD 44 ഹെരോദോസ് അഗ്രിപ്പ യഹൂദന്മാരെ പ്രീണിപ്പിക്കുന്നതിനായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം യാക്കോബിനെ വാളിനാൽ വധിക്കാൻ ഉത്തരവിടുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ സ്ലീഹന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയായത് സെബേദിയുടെ മകനായിരിക്കുന്ന യാക്കോബ് സ്ലീഹയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സ്പെയിനിലെ കൊമ്പോസ്റ്റല എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയതായി വിശ്വസിക്കപ്പെടുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ വലിയ തീർത്ഥാടന കേന്ദ്രം നിലവിലുണ്ട്. ഏപ്രിൽ മാസം 30-ാം തീയതിയും ജൂലൈ മാസം 25-ാം തീയതിയും യാക്കോബ് സ്ലീഹയുടെ ഓർമ്മ കൊണ്ടാടപ്പെടുന്നുണ്ട്. സ്പെയിനിൻ്റെ മധ്യസ്ഥനായി അദ്ദേഹം ആദരിക്കപ്പെടുന്നു. വിശുദ്ധനായ യാക്കോബ് സ്ലീഹയുടെ മഹാമധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടാം. ഒരു നിമിഷം തലകളമണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ദൈവമായ കർത്താവേ, വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധനായ യാക്കോബ് സ്ലീഹയെ ഞങ്ങൾക്ക് വേണ്ടി നീ കർത്താവിനോട് അപേക്ഷിക്കണമേ. വിശുദ്ധനായ യാക്കോബ് സ്ലീഹയെ അങ്ങയുടെ മധ്യസ്ഥതയാൽ ക്രിസ്തുവിൻ്റെ സൗമ്യതയും സ്നേഹവും ഞങ്ങൾ വളർത്തണമേ. വാളിനാൽ വെട്ടിക്കൊല്ലപ്പെടുമ്പോഴും രക്ഷിക്കപ്പെടാനുള്ള യേശുവിൻ്റെ വഴി തന്നെ ഏറ്റുവാങ്ങിയ അങ്ങ് ഞങ്ങൾക്ക് ത്യാഗത്തിന് ധൈര്യം നൽകുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം തേടണമേ. വിശുദ്ധനായ യാക്കോബ് സ്ലീഹയെ ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളുടെ കാലഘട്ടങ്ങളിൽ, ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് പ്രതിസന്ധികളും ദുഃഖങ്ങളും കണ്ണുനീരുകളും കഷ്ടതകളും എല്ലാം മാറിപ്പോകുവാനായിട്ട് വിശുദ്ധ യാക്കോബ് സ്ലീഹയെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.